യേശുനാഥൻ്റെ വചനത്തിൽ ദിവ്യകാരുണ്യ രുചി അനുഭവിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. 5 അപ്പം 5000 പേർക്ക് യേശുനാഥൻ പങ്കിട്ട് നൽകുന്നു. യേശുവിൻ്റെ സമ്പൂർണ്ണ സാന്നിധ്യമുള്ള ആ ജനമധ്യത്തിൽ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ തിരുവത്താഴമാകുന്ന അന്ത്യത്താഴത്തിൻ്റെ സ്നേഹാനുഭവം പങ്കുവച്ചു നൽകുന്നതാണ് 5 അപ്പം 5000 പേർക്ക് നൽകുന്നതിൻ്റെ ആത്മീയത. 2-ാം തലം എന്നത് ശിഷ്യന്മാരിലൂടെ ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴ അനുഭവത്തെ പങ്കുവച്ച് നൽകുവാൻ ശിഷ്യന്മാരെ കർത്താവ് പ്രത്യേകം ക്ഷണിക്കുകയാണ്, ആ വലിയ ജനതയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി. 3-ാം തലം ഈ പങ്കിട്ട് നൽകിയ സ്നേഹാനുഭവത്തിൻ്റെ അഥവാ ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്തിൻ്റെ മുന്നോടിയായുള്ള ഈ സ്നേഹാനുഭവം എത്രയോ പവിത്രമാണെന്ന് ശിഷ്യന്മാരെയും ജനങ്ങളെയും ഓർമ്മിപ്പിക്കുമാറ് കർത്താവ് പറയും, ശേഷിച്ച കഷ്ണങ്ങൾ കുട്ടകളിൽ ശേഖരിക്കുവിൻ എന്ന്. യേശുനാഥൻ അപ്പമായി മാറുന്നതിൻ്റെ ഏറ്റവും സുന്ദരമായ 3 തലങ്ങൾ, അഥവാ യേശുനാഥൻ എന്തിന് ഭൂമിയിലേക്ക് വന്നു, എന്തിന് താൻ തൻ്റെ ജീവനും ജീവിതവും മനുഷ്യർക്ക് നൽകുന്നു എന്നതിൻ്റെ ഒരു സമ്പൂർണ്ണ വ്യാഖ്യാനമാണ് ഈ 5 അപ്പം 5000 പേർക്ക് നൽകുന്ന ക്രിസ്തുവിൻ്റെ ഏറ്റവും സുന്ദരമായ സ്നേഹാത്ഭുതം. 1-ാം തലമായ ശിഷ്യന്മാരോട് ചേർന്ന് ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യ അനുഭവത്തിൽ അഥവാ അന്ത്യത്താഴ വിരുന്നിൻ്റെ സ്നേഹാനുഭവത്തിൽ ഉള്ള സത്യം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പകരം ഈ ജനത്തിന് ഞാൻ ഇതാ അപ്പം നൽകുവാൻ പോകുന്നു. ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, അതിനാൽ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങുവാനും ഭക്ഷിക്കുവാനും ഈ ജനത്തെ പറഞ്ഞയച്ചാലും എന്ന്. അത് ശിഷ്യന്മാരുടെ ആകുലതയായിരുന്നു. ആ ശിഷ്യഗണത്തിൻ്റെ ആകുലതയെ കർത്താവായ യേശുനാഥൻ അവിടെ തന്നെ അവരെ പറഞ്ഞയക്കാതെ പരിഹരിക്കുവാൻ തീരുമാനിക്കുന്നു. അതിനാൽ തന്നെ 5 അപ്പം 5000 പേർക്ക് നൽകുന്ന അത്ഭുതം ക്രിസ്തുനാഥൻ നൽകുവാൻ കാരണം തന്നെ തൻ്റെ ശിഷ്യന്മാരുടെ ആകുലത തീർക്കുവാൻ വേണ്ടിയായിരുന്നു. കാരണം കർത്താവായ യേശുനാഥൻ ശിഷ്യന്മാരെ വിളിച്ചത് ജനത്തിൻ്റെ ആകുലതകൾ തീർക്കുവാനും ക്രിസ്തുവിൻ്റെ ജനത്തെ പ്രതിയുള്ള അനുകമ്പ നിവർത്തിക്കുവാനും വേണ്ടിയാണ്. 2-ാം തലം ജനങ്ങൾക്കു വേണ്ടി കർത്താവ് അപ്പവും മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. വചനം പറയും, അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിലിരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ദിവ്യ കാരുണ്യത്തിൻ്റെ പരിശുദ്ധമായ തിരുബലി അർപ്പണത്തിൻ്റെ 3 സത്യങ്ങളാണ് അത്. സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. പരിശുദ്ധ കുർബാനയുടെയും പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെയും ഏറ്റവും സുന്ദരമായ ഓർമ്മപ്പെടുത്തലാണ് അഥവാ മുന്നാസ്വാദനമായിരുന്നു അത്. ക്രിസ്തുനാഥൻ എടുത്ത് ഉയർത്തി വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ക്രിസ്തു ആദ്യമായി ശിഷ്യന്മാർക്ക് വേണ്ടി അത് ചെയ്തു. 2-ാമത് ശിഷ്യന്മാർ ക്രിസ്തുവിന് വേണ്ടി അത് ജനങ്ങൾക്ക് വിളമ്പിക്കൊടുത്തു. അത്ഭുതത്തിൻ്റെ വഴിയാണ് അത്. 1, നീ യേശുവിൻ്റെ കൈകളിലേക്ക് നിനക്കുള്ളത് നൽകുക. യേശു അതെടുത്ത് പിതാവിലേക്ക് ഉയർത്തി വാഴ്ത്തി മുറിച്ച് നിന്റെ കയ്യിലേക്ക് നൽകും. മുറിയപ്പെട്ടതിനെ വാഴ്ത്തിയതിനെ നീ നിറഹൃദയത്തോടുകൂടി മറ്റുള്ളവർക്ക് പങ്കിട്ട് നൽകുക. അത് ബലിയായി മാറും, ദിവ്യകാരുണ്യമായി മാറും, ദൈവ പദ്ധതിയായി രൂപപ്പെടും. ഏറ്റവും ഒടുവിലായി അത് പവിത്രതയുടെ സമ്പൂർണതയാണ്. അതിൻ്റെ ഒരു കണം പോലും ഒരു കണിക പോലും നീ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. ശേഖരിക്കേണ്ടതുണ്ട്, ശേഖരിച്ച് വയ്ക്കേണ്ടതുണ്ട്, അത് നീ വീണ്ടും പങ്കിട്ട് നൽകേണ്ടതുണ്ട്. നിനക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ അത്ഭുതത്തിൻ്റെ പങ്കുവയ്ക്കൽ അനുഭവങ്ങളൊന്നും തീർന്നു പോകുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തലാണത്. അതുപോലെ അതൊന്നും നിനക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടതല്ല, അത് വിശക്കുന്നവനും വേദനിക്കുന്നവനും വേണ്ടി നീ ശേഖരിച്ചു വയ്ക്കേണ്ടതാണ് എന്നതാണ് മുറിയപ്പെട്ടത് അഥവാ ബാക്കി വന്ന കഷ്ണങ്ങളൊക്കെയും കുട്ടയിലാക്കുവാൻ പറഞ്ഞ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അർത്ഥം അഥവാ സാരാംശം. പ്രിയമുള്ളവരെ, നാം സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യവും നാം അനുഭവിക്കുന്ന ക്രിസ്തു സ്നേഹവും
നമ്മുടെ ദൈവ സ്നേഹത്തിൻ്റെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ ദിവ്യകാരുണ്യ പൗരോഹിത്യാനുഭവവുമൊക്കെ നമ്മിൽ മുറിവുകൾ ഉണ്ടാക്കുന്നതും ആ മുറിവുകളിൽ നിന്ന് കൃപ ജനിപ്പിക്കുന്നതും അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിട്ട് നൽകുവാൻ ശേഖരിക്കപ്പെടേണ്ടതുമായ ആത്മീയ സത്യങ്ങളാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ലഭിച്ച കൃപകളെ, നമുക്ക് നാം സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യ അനുഭവത്തെ, ക്രിസ്തു അനുഭവങ്ങളെ, പൗരോഹിത്യത്തെ ഒക്കെ മുറിച്ചു നൽകുവാൻ, പങ്കിട്ട് നൽകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യകാരുണ്യം വിണ്ണിൻ സമ്മാനം, ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം, ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യം മനുജനായി സ്വന്തദേഹം വാഴ്ത്തി മുറിച്ചേകും, മനസ്സിലെ ദീപമായി ജ്വാല പകർന്നിടും, മരുഭൂമിൽ നീങ്ങും മർത്യനുമേഘത്തണലേകും ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യം അഴലേറും യാത്രയിൽ ഇടയന്റെ കാവലായലിവൂറും സ്നേഹമായി, അരികിലായുള്ളിലായി ദിവ്യകൂദാശയായി, അവനിൽ സ്നേഹമായി ചേർന്നു നിന്നിടുമേ എൻ ജീവൻ പൊതിയും വാത്സല്യത്തിൻ സാഗരം ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യം മൺകൂട്ടിൽ വാഴണേ, കണ്ണീരും കഥനവും കനകം പോലാക്കണേ, അവനിൽ ഞാനുമേ അപ്പമായിടുവാൻ, മുറിയുവാൻ നൽകുവാൻ മനസ്സു നേടിയിടുവാൻ എൻ ജീവനെയും കരുണാമയനെ നീ വാഴ്ത്തണേ ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യം മനുജനായി സ്വന്തദേഹം വാഴ്ത്തി മുറിച്ചേകും, മനസ്സിലെ ദീപമായി ജ്വാല പകർന്നിടും, മരുഭൂമിൽ നീങ്ങും മർത്യനുമേഘത്തണലേകും ദിവ്യകാരുണ്യം വിണ്ണിൻ സമ്മാനം, ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം.